മുടിയനായ പുത്രൻ എന്ന് പല ആളുകളും കേട്ടത് നിങ്ങൾക്കറിയാമല്ലോ. ഫാദറിൻ്റെ ബിസിനസ് മകൻ ഏറ്റെടുത്ത മുതൽ മകൻ അത് എല്ലാം താറുമാറാക്കി എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇതൊരു മകൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് വരുന്നതല്ല. സത്യത്തിൽ ഫാദർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും അഡോപ്ഷൻ കർവിൻ്റെ ടോപ്പ് ലെവലാണ്. ഈ അഡോപ്ഷൻ കർവ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സിൽ ഓരോ പീക്ക് ടൈം ഉണ്ടാവുമല്ലോ, നല്ല രീതിയിൽ ഗ്രോയിങ് സ്റ്റേജ്. അപ്പോൾ ഫാദർ ബിസിനസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രോയിങ് സ്റ്റേജിലായിരിക്കും. ഫാദർ ഗ്രോയിങ് സ്റ്റേജ് ഇതിൻ്റെ ഏറ്റവും പീക്കിൽ ഫാദർ എത്തിച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് താഴോട്ടുള്ള ഇറക്കിക്കണം. ഈ സമയത്താണ് മകൻ ഈ കാര്യങ്ങൾ എടുക്കുക. കാരണം ഫാദർ വന്നു, പിന്നെ മകനൊക്കെ എത്തുമ്പോൾ ഏകദേശം ഫാദർ ഏകദേശം ഈ 10-25 വർഷം ഈ ഫീൽഡിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടാവും. അതിന് ശേഷമായിരിക്കും മകൻ ഇത് ഏറ്റെടുക്കുന്നുണ്ടാവുക. അതിനുശേഷം ബിസിനസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കുറച്ച് കാലം കഴിയുന്നതനുസരിച്ച് ഇത് ഇടിയാൻ തുടങ്ങും. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരും എല്ലാവരും പറയും മുടിയാനായ പുത്രൻ എന്നുള്ള പറയും. അതാണ് സംഭവം. ആക്ച്വലി ഇതൊരു മകൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്നതല്ല. ഒരു 98% എന്താണ് ഇതേപോലെ ഒരു അഡോപ്ഷൻ കർവ് വരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ വരാറുള്ളത്.